ഒക്ടോബർ 7, 1980 കേരളത്തിലെ മീൻതലക്കര എന്ന പേരിലൊരു വില്ലേജ്. സമയം രാവിലെ 7 മണി ആയിട്ടുണ്ടാകും. ആ വില്ലേജിൽ വലിയൊരു ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ ബംഗ്ലാവിലെ ജോലിക്കാരിയാണ് ഗൗരി. ഗൗരി ആ ബംഗ്ലാവിന്റെ ജോലികളെല്ലാം തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ധൃതി പിടിച്ചുകൊണ്ട് ബംഗ്ലാവിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. 6 ഏക്കറോളം പരന്നു കിടക്കുന്ന ആ ഒരു കാട് പ്രദേശത്തിന്റെ നടുവിലായിട്ട് സ്ഥിതി ചെയ്യുന്ന വില്ലയിൽ താമസിക്കുന്നത് 63 വയസ്സുള്ള KC ജോർജ്, അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള 56 വയസ്സുള്ള കുഞ്ഞമ്മ റേച്ചൽ. ഇവർ രണ്ടുപേരും മാത്രമാണ് ആ വലിയ ബംഗ്ലാവിൽ താമസിക്കുന്നത്. ആ വില്ലയിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് വലിയൊരു ഗേറ്റ് കാണാം. ഗേറ്റിനുള്ളിൽ കടന്നു കഴിഞ്ഞാൽ നിറയെ കൊക്കമരങ്ങളാണ്. വളരെയധികം സൗന്ദര്യമുള്ള ഒരു വീടാണത്. വളരെ ശാന്തതയുള്ള നല്ല ഭംഗിയുള്ള വീട്. കുറച്ചു സമയങ്ങൾ കഴിയുമ്പോൾ രക്തക്കുളമായി മാറുമെന്ന് ആ ഒരു വീട്ടിനകത്തേക്ക് കയറിപ്പോയ വേലക്കാരിയായിട്ടുള്ള ഗൗരിക്ക് അപ്പോൾ അറിയില്ലായിരുന്നു. പതിവ് പോലെ ജോലിക്കായിട്ട് ഗേറ്റ് കടന്ന് ഉള്ളിലെത്തിയ ഗൗരി വീടിന്റെ മുൻവശത്തു കൂടി കയറി പോകാതെ സാധാരണ ഗൗരി അടുക്കള ഭാഗത്തേക്ക് കൂടിയാണ് വീട്ടിനകത്തേക്ക് കയറി പോവുക. അതുകൊണ്ട് അടുക്കള ഭാഗത്തേക്ക് പോകുന്നു. അവിടെ ചെന്നിട്ട് അടുക്കളയുടെ ആ വാതിൽ തുറക്കാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നാൽ വാതിൽ ഉള്ളിൽ നിന്നും കുറ്റിയിട്ട അവസ്ഥയിലാണ് ഗൗരി കണ്ടത്. അടുക്കള ഭാഗത്തുള്ള വാതിൽ അടഞ്ഞ അവസ്ഥയിലാണ് കാണപ്പെട്ടതെങ്കിലും 2-3 തവണ ഗൗരി വാതിൽ തട്ടി നോക്കി. ഇനിയെങ്ങാനും ഉറങ്ങി എണീച്ചിട്ടുണ്ടാവില്ലേ, എണീക്കാൻ ലേറ്റ് ആയിരിക്കുമോ എന്നെല്ലാം തന്നെ വിചാരിച്ചുകൊണ്ട് കണ്ടിന്യൂസ് വാതിൽ തട്ടി നോക്കി. ബട്ട് ആരും തന്നെ വാതിൽ തുറന്നില്ല. നേരെ ഗൗരി ആ വീടിന്റെ മുൻവശത്തെത്തി അവിടെയുള്ള ആ വാതിലിൽ വീണ്ടും തട്ടാനായി തുടങ്ങി. ഞാൻ ഗൗരിയാണ് വന്നിരിക്കുന്നത്, വാതിൽ തുറക്കൂ എന്ന് ഉറക്കെ നിലവിളിച്ച് പറയുകയും ചെയ്തു. ഒരുപാട് സമയമായിട്ടും ആരും വാതിൽ തുറന്ന് വെളിയിലേക്ക് വരാത്തത് കൊണ്ട് തന്നെ ഗൗരി തുറന്നു കിടക്കുന്ന വിൻഡോയ്ക്ക് അരികിൽ ചെന്നിട്ട് ആ വീടിനുള്ളിലേക്ക് പതിയെ കുനിഞ്ഞു നോക്കുകയാണ്. വീടിന്റെ വിൻഡോ വഴി അകത്തേക്ക് നോക്കി ഗൗരി കണ്ട കാഴ്ച മനസ്സിനെ നടുക്കുന്നതായിരുന്നു, വല്ലാതെ ഭയപ്പെടുത്തുന്നതും. ആ വീടിന്റെ ഉടമസ്ഥനായിട്ടുള്ള KC ജോർജ് രക്തത്താൽ കുളിച്ച് വീട്ടിനകത്തുള്ള ഹാളിൽ തന്നെ കിടക്കുകയാണ്. പെട്ടെന്നുള്ള ഭീകരമായിട്ടുള്ള ഈ കാഴ്ച കണ്ടപ്പോൾ ഗൗരി നിലവിളിച്ചുകൊണ്ട് ആ വീടിന്റെ ഗേറ്റിന് വെളിയിലേക്ക് ഓടി. കുറച്ചു സമയത്തിന് ശേഷം സംഭവം അറിഞ്ഞ പോലീസുകാർ ആ വീട്ടിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. പോലീസുകാർക്ക് ആ വീട്ടിനകത്തു നിന്നും കാര്യമായിട്ടുള്ള തെളിവുകളൊന്നും തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാലും 1-2 ചെറിയ തെളിവുകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ ലഭിച്ച ചെറിയ തെളിവുകൾ വെച്ചിട്ട് വളരെ ബ്രില്യന്റ് ആയിട്ടാണ് പോലീസ് ഓഫീസേഴ്സ് ഈ കേസ് അന്വേഷിച്ചത്. ഈ കേസ് പിന്നീട് കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നാഴികക്കല്ലായി മാറിയിട്ടുമുണ്ട്. ആ ദിവസം ആ വീട്ടിനുള്ളിൽ ജോർജിനും ഭാര്യയായിട്ടുള്ള റേച്ചലിനും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? 1980 കേരളത്തെ നടുക്കിയ കരിക്കിൻവില്ല ഇരട്ടക്കൊലപാതകം കേസിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. കരിക്കിൻവില്ല കേസ് എന്ന പേര് വരാൻ കാരണം സംഭവം നടന്ന വില്ലയുടെ പേരാണ് കരിക്കിൻവില്ല. സംഭവ സ്ഥലത്തേക്ക് എത്തിയ പോലീസുകാർ അവിടെ തടിച്ചുകൂടിയ ആളുകളെ എല്ലാം തന്നെ മാറ്റിയിട്ട് ക്രൈം നടന്ന ആ ഒരു ഭാഗം വളരെ വൃത്തിയാക്കി സെക്യൂർ ചെയ്യുന്നു. അതിനുശേഷം ഡോഗ് സ്ക്വാഡിനെയും ഫോറൻസിക് ടീമിനെയും ആ ഒരു സംഭവ സ്ഥലത്തേക്ക് പോലീസുകാർ കൊണ്ടുവരികയും ചെയ്തു. ക്രൈം നടന്ന വില്ലയ്ക്കകത്തേക്ക് കയറിയ ASP സിബി മാത്യുവിന് ബ്ലഡിന്റെ മണം വളരെ കൂടുതലായിട്ട് ലഭിക്കാനായി തുടങ്ങി. വീടിന്റെ ഹാളിനുള്ളിൽ രക്തത്താൽ കുളിച്ച് മരിച്ചു കിടക്കുന്ന KC ജോർജിനെ അദ്ദേഹം കണ്ടു. KC ജോർജിന്റെ വേഷം എന്ന് പറയുന്നത് ഷർട്ട് ഒന്നും തന്നെ ധരിച്ചിട്ടില്ല, ഒരു ലുങ്കി മാത്രമാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നത്. അത് മാത്രമല്ലാതെ ആ വീടിന്റെ ഹാളിൽ ഇട്ടിരിക്കുന്ന സോഫയുടെ മുന്നിലായിട്ട് കമഴ്ന്നു വീണ് കിടക്കുന്ന രീതിയിലാണ് ജോർജ് മരിച്ചു കിടക്കുന്നത്. ഇത് കണ്ടപ്പോൾ സിബി മാത്യു ചിന്തിച്ചത് ഒരുപക്ഷെ ഈ സോഫയിൽ ഇരിക്കുകയായിരുന്ന ജോർജിനെ കൊലപാതകികൾ പിറകിലൂടെ വന്നിട്ട് എന്തെങ്കിലും വസ്തു കൊണ്ട് തലയ്ക്ക് ആഞ്ഞടിച്ച് കൊലപ്പെടുത്തിയതാവാം എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. ഇതിന് കാരണം ഇങ്ങനെ അടിച്ചാലുണ്ടാവുന്ന രീതിയിലാണ് അദ്ദേഹം മറിഞ്ഞു വീണ് കിടക്കുന്നത്. വീടിന്റെ ഉള്ളിൽ രക്തം തളം കെട്ടിക്കിടക്കുന്നത് കൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചാണ് സിബി മാത്യു നടന്നത്. അങ്ങനെ ആ വീടിന്റെ കിച്ചൺ ഭാഗത്തേക്ക് പോയി നോക്കിയ സമയത്ത് അവിടെ റേച്ചൽ അതിക്രൂരമായിട്ട് കൊല്ലപ്പെട്ട് കിടക്കുകയാണ്. അവർ മരിച്ചു കിടക്കുന്നതിന്റെ അരികിലായിട്ട് ഒരു ചില്ലുപോട്ടിൽ പൊട്ടിയ അവസ്ഥയിൽ അവിടെ കിടക്കുന്നുണ്ട്. അത് മാത്രമല്ലാതെ ഈ പറയുന്ന സ്ത്രീയുടെ നെറ്റിയുടെ ഭാഗത്ത് വലിയൊരു മുറിവുണ്ട്. ഒരു പക്ഷേ ഈ ചില്ലുപോട്ടിൽ കൊണ്ട് കൊലയാളികൾ ഇവരുടെ നെറ്റിയിൽ ആഞ്ഞടിച്ചിട്ടുണ്ടാവാം. അതിനുശേഷം കത്തി കൊണ്ട് ഇവരുടെ ശരീരമെല്ലാം തന്നെ കുത്തിയിട്ടായിരിക്കും കൊലപ്പെടുത്തിയതെന്ന് അദ്ദേഹം ആ ഒരു സ്ഥലത്ത് വെച്ച് തന്നെ തീരുമാനിക്കുന്നു. കത്തി കൊണ്ടായിരിക്കും കുത്തി കൊലപ്പെടുത്തിയതെന്ന് പറയാനുള്ള കാരണം ആ കത്തി റേച്ചലിന്റെ വയറിൽ തന്നെ തുറച്ചു നിൽക്കുകയായിരുന്നു. അപ്പോഴും കിച്ചന്റെ ഭാഗത്തു നിന്നും വീടിന്റെ ബാക്കിയുള്ള ഭാഗത്തേക്ക് എത്തിയ സിബി ആ കാഴ്ച കാണുകയാണ്. ആ വീട്ടിലെ സേഫും അതുപോലെ തന്നെ അലമാരയും എല്ലാം തന്നെ കുത്തി തുറന്ന അവസ്ഥയിലാണ്. അത് മാത്രമല്ലാതെ ഡോക്യുമെന്റ്സും ഡ്രസ്സുകളും എല്ലാം തന്നെ വലിച്ചു വാരി ഇട്ടിട്ടുമുണ്ട്. കടലാസ് കഷ്ണങ്ങൾ ചിതറിക്കിടക്കുന്ന ആ ഒരു ബെഡ്റൂമിനുള്ളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ച അദ്ദേഹം കണ്ടു. അതെന്താണെന്ന് വെച്ചാൽ
ഒരു ഷൂവിന്റെ ബൂട്ട് പ്രിന്റ് അവിടെയുള്ള ഒരു വെള്ള പേപ്പറിൽ വളരെ വൃത്തിയായിട്ട് പതിഞ്ഞിട്ടുണ്ട്. അതെ, കൊലയാളികൾ ഷൂ ധരിച്ചെത്തിയവരാണ്. ഷൂവിന്റെ ബൂട്ട് പ്രിന്റ് കൃത്യമായി ആ വെള്ള പേപ്പറിൽ പതിയാൻ വേറെ കാരണവുമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ആ ഷൂ കൊണ്ട് രക്തത്തിൽ ചവിട്ടിയ ശേഷമാണ് അവൻ ഈ പറയുന്ന ബെഡ്റൂമിനുള്ളിലേക്ക് കയറിപ്പോയിരിക്കുന്നത്. അങ്ങനെയാണ് ഈ പറയുന്ന വൈറ്റ് പേപ്പറിൽ അവൻ അറിയാതെ ചവിട്ടിയത്. രക്തം കലർന്ന ആ ഷൂസിന്റെ ബൂട്ട് പ്രിന്റ് ഒരു ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോ എടുത്ത ശേഷം സിബി ആ 2 ശരീരവും റിക്കവർ ചെയ്തിട്ട് ഓട്ടോപ്സി ചെയ്യാനായിട്ട് അയച്ചു കൊടുത്തു. തുടർന്ന് തൊട്ടടുത്തായി സിബി ചെയ്തത് ആ വീട്ടിൽ നിന്നും എന്തെല്ലാം നഷ്ടമായിട്ടുണ്ട് എന്നറിയാനായിട്ട് ആ വീട്ടിലെ വേലക്കാരിക്കും ഒരുപക്ഷെ അവരുടെ അടുത്ത ബന്ധുക്കൾക്കും സാധിക്കും എന്നതുകൊണ്ട് തന്നെ അവരെയെല്ലാം വിളിച്ചു വരുത്തി ഈ വീട്ടിൽ നിന്നും എന്തെല്ലാമാണ് നഷ്ടമായതെന്ന് ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞതിൽ നിന്നും അവർ പറഞ്ഞത് നല്ല വിലപിടിപ്പുള്ള റോളക്സ് വാച്ച്, അതുകൂടാതെ ധാരാളം സ്വർണ്ണാഭരണങ്ങൾ, പണം, ഇങ്ങനെ ഒരുപാട് കാര്യം ആ വീട്ടിൽ നിന്നും നഷ്ടമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ പോലീസുകാർ മാത്രമല്ല മനസ്സിലാക്കിയത്, അവിടെ കൂടി ജനങ്ങളും മാധ്യമ പ്രവർത്തകരും എല്ലാവരും മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് വളരെ സെൻസേഷൻ ആയിട്ട് മാറുകയാണ്. ഭരിക്കുന്ന ഗവൺമെന്റ് ഈ കേസിൽ വളരെ ശ്രദ്ധ കൊടുക്കുന്നത് കൊണ്ട് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വളരെ ഹെവി ആയിട്ട് പ്രഷർ ലഭിക്കുകയാണ്. ഈ കൊലപാതകങ്ങൾ നടത്തിയ കില്ലേഴ്സ് മറ്റ് തെളിവുകളൊന്നും തന്നെ അവിടെ ഉപേക്ഷിച്ച് പോയിട്ടില്ല. ഈ പറയുന്ന ബൂട്ട് പ്രിന്റ് അല്ലാതെ, അതുമാത്രമല്ലാതെ വളരെ പ്രൊഫഷണൽ ആയിട്ടാണ് ഇവർ ഈ പറയുന്ന റോബറി നടത്തിയിരിക്കുന്നത്. ആ ഒരു വീടിന്റെ അലമാരയെല്ലാം തന്നെ തുറന്നിരിക്കുകയാണ്. അത്രയും ബ്രില്യന്റ് ആയിട്ടാണ്. ഞാൻ ഈ കേസുമായി ബന്ധപ്പെട്ട് കൊലപാതകികൾ എന്നാണ് പറയുന്നത്. അതായത് ഒന്നിലധികം ആളുകൾ ഉണ്ട് എന്ന് ഞാൻ ഈ വീഡിയോയുടെ ആദ്യം മുതലേ പറഞ്ഞു വരുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള സിബി ആ വീട്ടിലേക്ക് കയറി വരുന്ന ആ സമയത്ത് തന്നെ ഒരു കാഴ്ച കണ്ടിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ ആ വീടിന്റെ ഹാളിലെ ടേബിളിൽ 4 ചായക്കപ്പുകൾ ഉണ്ടായിരുന്നു. സോ ഈ വീട്ടുകാർക്ക് അറിയാവുന്ന ആരോ 4 പേരാണ് ആ വീട്ടിനകത്തേക്ക് കയറി വന്നിരിക്കുന്നത്. അവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ചായ അവർക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. ഒരു പക്ഷേ അവരുടെ വീട്ടിൽ ഇത്തരത്തിൽ വന്നിരിക്കുന്നത് അവരുടെ ബന്ധുക്കളാവാം, അതല്ലെങ്കിൽ ഫ്രണ്ട്സ് ആവാം, നെയ്ബേഴ്സ് ആവാം, അങ്ങനെ ആരുമാവാം. ജോർജിനെയും ഭാര്യയായിട്ടുള്ള റേച്ചലിനെയും നന്നായിട്ട് അറിയാവുന്ന ആരോ 4 പേർ വെളിയിൽ നിന്നും ഈ വീട്ടിലേക്ക് വന്നിട്ടാണ് ഈ കൃത്യം ചെയ്തിരിക്കുന്നതെന്ന് പോലീസുകാർക്ക് ഒരു 85% ഉറപ്പായിരുന്നു. തുടർന്നുള്ള കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസുകാരുടെ കൈവശമുള്ളത് ഈ ഒരു ബൂട്ട് പ്രിന്റ് മാത്രമാണ്. ഈ ബൂട്ട് പ്രിന്റ് നിരവധി ചെരുപ്പ് കടകളിലും ഷൂ കടകളിലും ഒക്കെ കയറിയിട്ട് പോലീസുകാർ ചോദിക്കുകയാണ് ഈ പ്രിന്റുള്ള ഷൂ ഇവിടെ ഉണ്ടോ എന്ന്. ഈ പറയുന്ന കടക്കാർ എല്ലാവരും പറയുന്നത് ഇത് നമ്മുടെ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്ത ഒരു ഷൂ അല്ല എന്നാണ്. വെളിരാജ്യത്ത് തയ്യാറാക്കിയ ഷൂ ആയതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ കില്ലർ NRI ആയിരിക്കുമെന്ന് പോലും പോലീസുകാർ ചിന്തിക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ കേസുമായി വളരെ അടുത്ത് നിൽക്കുന്ന ഗൗരി എന്ന വേലക്കാരിയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. അവരോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചു. നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്, എപ്പോഴാണ് ജോലിക്ക് വരിക, എപ്പോഴാണ് വീട്ടിൽ നിന്നും പോവുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ. ഗൗരി പറഞ്ഞത് 6:30 കൂടി ഞാനിവിടെ ജോലിക്ക് വരാറുണ്ട്. വൈകുന്നേരം 6 മണിക്ക് വീട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. ജോലിക്കാരിയായിട്ടുള്ള ഗൗരി ഈ ക്രൂരമായിട്ടുള്ള കാഴ്ച കാണുന്നതിന് ഒരു ദിവസം മുമ്പ് രാവിലെ 6:30 കൂടി ഈ വീട്ടിലേക്ക് ജോലിക്ക് വരികയും വൈകുന്നേരം 6 മണിക്ക് വീട്ടിലേക്ക് തിരികെ പോവുകയും ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്ത ദിവസം 7 മണിയോട് കൂടി കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു ഈ സ്ഥലത്തേക്ക് എത്തിയത്. ഇങ്ങനെ വന്ന് നോക്കുന്ന സമയത്താണ് ഈ കാഴ്ച ഞാൻ കണ്ടത് എന്ന് ഗൗരി വളരെ വ്യക്തമായിട്ട് പോലീസുകാരോട് പറഞ്ഞു കൊടുത്തു. ഈ സമയത്ത് ഫോറൻസിക് ടീം മറ്റൊരു കാര്യം ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. അതെന്താണെന്ന് വെച്ചാൽ സംഭവം നടന്ന ആ ദിവസം ഈവനിങ്ങോട് കൂടി ഒരു കാർ ഈ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഒരു പക്ഷേ ആ കാറിൽ വന്നവരായിരിക്കാം കൊലപാതകികൾ എന്നൊരു സൂചന പോലീസുകാർക്ക് ലഭിക്കുകയാണ്. ഇത്തരത്തിൽ ഒരു കാർ വന്നു എന്നതുകൊണ്ട് തന്നെ പോലീസുകാർ അയൽവക്കക്കാരോട് ചോദിക്കുകയാണ് ഈ ഒരു കാറ് വീട്ടിലേക്ക് വരുന്നത് നിങ്ങൾ കണ്ടോ എന്ന്. കാറിനെ കുറിച്ച് പോലീസുകാർ വളരെ വെപ്രാളത്തോടു കൂടി അന്വേഷിക്കുന്നത് കണ്ടപ്പോൾ വേലക്കാരിയായിട്ടുള്ള ഗൗരിക്ക് വല്ലാത്തൊരു ടെൻഷനായി. എന്തായാലും പോലീസിന്റെ ആ ഒരു ചോദ്യത്തിന് ഒരു നെയ്ബർ മറുപടിയായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അംബാസഡർ കാറാണ് ഈ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. എന്നാൽ അവർ എപ്പോഴാണ് പോയത്, അവരാരാണ് എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. അതിന് പ്രധാന കാരണം ഈ വീട്ടുകാർ അയൽവക്കക്കാരോട് അങ്ങനെ കാര്യമായിട്ട് ഇടപഴകാറോ സംസാരിക്കാറോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അന്വേഷണം ഇങ്ങനെ പുരോഗമിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഓട്ടോപ്സി റിപ്പോർട്ടിൽ ജോർജിന് 18 വെട്ടുകൾ കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കത്തി കൊണ്ടും അതല്ലാതെ മറ്റു മാരകമായിട്ടുള്ള ആയുധങ്ങൾ കൊണ്ടും. ഓട്ടോപ്സി റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജോർജിന്റെയും ഭാര്യയുടെയും ബ്ലഡ് അല്ലാതെ മൂന്നാമതൊരു വ്യക്തിയുടെ ബ്ലഡ് കൂടി ആ വീട്ടിൽ വീണിട്ടുണ്ട്. ഉറപ്പായും ആ ബ്ലഡ് കൊലയാളികളിൽ ഒരാളുടേതായിരിക്കണം എന്നും പോലീസുകാർക്ക് തോന്നുകയാണ്.
ഇതിനെല്ലാം ഇടയ്ക്ക് പോലീസുകാർ നിരീക്ഷിച്ച മറ്റൊരു കാര്യം ആ വീട്ടിലെ വേലക്കാരിയായിട്ടുള്ള ഗൗരി എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ടെന്ന്. പോലീസുകാർ ഗൗരിയെ വീണ്ടും ചോദ്യം ചെയ്യാനായിട്ട് വിളിക്കുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ തുടരെയുള്ള ചോദ്യം ചെയ്യലിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്ന ഗൗരി അന്ന് മറ്റൊരു കാര്യം കൂടി സംഭവിച്ചിട്ടുണ്ടായിരുന്നുവെന്ന് പോലീസുകാരോട് തുറന്നു പറഞ്ഞു. അന്ന് ആ ഗൗരി പറഞ്ഞ കാര്യമാണ് ഈ കേസ് തെളിയിക്കാൻ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു തെളിവായി മാറിയത്. അങ്ങനെ ഗൗരി പോലീസുകാരോട് തുറന്നു പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, സംഭവം നടന്നുവെന്ന് കരുതപ്പെടുന്ന ആ ദിവസം ഈവനിങ് 6 മണിയായിട്ടുണ്ടാവും. ഗൗരി തന്റെ ജോലിയെല്ലാം തന്നെ ചെയ്തു തീർത്തിട്ട് വീട്ടിലേക്ക് മടങ്ങാനായിട്ട് നിൽക്കുന്ന ആ ഒരു സമയത്താണ് റേച്ചൽ ഗൗരിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നത്, നീ എന്തായാലും പോകുന്നതിന് മുമ്പ് 4 കപ്പ് ചായ ഒന്ന് തയ്യാറാക്കിയിട്ട് പോ, ഇവിടേക്ക് കുറച്ച് ഗസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോഴേക്കും ഗൗരി ചായ തിളപ്പിക്കാനായിട്ട് തുടങ്ങി. ഈ സമയത്താണ് ആ വീട്ടിന് മുമ്പിലായിട്ട് ഒരു കാർ വന്ന് നിൽക്കുന്നത്. ആ കാറിൽ നിന്നും 4 പേര് വെളിയിലേക്ക് ഇറങ്ങി. ഗൗരി കണ്ടതിൽ നിന്നും ആ 4 പേര് വളരെ ചെറിയ കുട്ടികളാണ്. കാറിൽ നിന്നും വന്നവരെ ഒന്ന് കണ്ടതിന് ശേഷം ഗൗരി വീണ്ടും അടുക്കളയിലേക്ക് വന്നു. റേച്ചൽ ആ ഒരു ഭാഗത്തേക്ക് വന്ന സമയത്ത് ഗൗരി റേച്ചലിനോട് ചോദിച്ചു, ഈ വന്നിരിക്കുന്നത് ആരാണെന്ന്. മദ്രാസിലുള്ള ഒരു മോനാണ്, അവന്റെ സുഹൃത്തുക്കളുമുണ്ട് കൂടെ എന്നാണ് റേച്ചൽ പറഞ്ഞത്. വളരെ സാധാരണമായിട്ട് ഈ ഒരു കാര്യം കേട്ട ശേഷം ചായ എല്ലാം തന്നെ തയ്യാറാക്കി വെച്ചിട്ട് ഗൗരി ആ വീടിന്റെ അടുക്കളവാതിൽ വഴി വീട്ടിലേക്ക് പോവുകയും ചെയ്തു. ഇതാണ് അന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് ഗൗരി പോലീസുകാരോട് പറഞ്ഞു. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് നേരത്തെ പറയാതിരുന്നതെന്ന് ഗൗരിയോട് ചോദിച്ച സമയത്ത് ഗൗരി പറഞ്ഞത്, ഒരുപക്ഷെ ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ കില്ലർ എന്നെ തിരക്കി വന്നിട്ട് എന്നെയും കൊലപ്പെടുത്തുമോ എന്ന് പേടിച്ചാണ് ഞാനിത് പറയാതിരുന്നതെന്ന് ഗൗരി പറഞ്ഞു. എന്തായാലും നിങ്ങൾ പേടിക്കേണ്ട, അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് ഗൗരിയെ സമാധാനിപ്പിച്ച ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള സിബി മനസ്സിലൊരു കാര്യം വളരെ വ്യക്തമായിട്ട് ഉറപ്പിച്ചു. അദ്ദേഹത്തിന്റെ ഊഹമെല്ലാം തന്നെ ശരിയായിരുന്നു. ഇവിടേക്ക് വന്നത് 4 പേരാണ്. 4 പേരാണ് കൊലയാളികൾ. അതുമാത്രമല്ലാതെ ജോർജിന്റെ ബന്ധുക്കൾ തന്നെയാണ് ഈ വീട്ടിലേക്ക് വന്നിരിക്കുന്ന 4 പേർ. കുറ്റവാളികളെ കണ്ടെത്താനായിട്ട് ഇനിയും ഒരുപാട് അലയേണ്ടി വരില്ല എന്ന് അദ്ദേഹം മനസ്സിൽ ഉറപ്പിച്ചു. മരിച്ചുപോയ ജോർജിന്റെയും റേച്ചലിന്റെയും റിലേറ്റീവ്സ് എവിടെയെല്ലാമാണ് ഉള്ളത്, ഇതിൽ എത്ര പേർ മദ്രാസിലുണ്ട്, ആരെല്ലാമാണ് മദ്രാസിലുള്ളത്, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പോലീസുകാർ അന്വേഷിച്ചു. അങ്ങനെ 10 ദിവസങ്ങൾക്കു ശേഷം പോലീസുകാർ ഈ കേസിലെ 4 പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. വെറും പ്രതികളല്ല കേട്ടോ, കോളേജ് സ്റ്റുഡൻസ് ആയിട്ടുള്ള 4 പ്രതികൾ. അറസ്റ്റ് ചെയ്ത 4 പേരിൽ മൂന്നാമത്തെ ആളുടെ പേര് ഗുണശേഖരൻ, രണ്ടാമത്തെ ആള് ഹിബ്ലോ, മൂന്നാമത്തേത് മരിച്ചുപോയ ജോർജിന്റെ അനുജത്തിയുടെ മകനായിട്ടുള്ള റെനി ജോർജ്, പിന്നെ ഹസൻ കുലാം. ഇവർ 4 പേരും സ്റ്റുഡൻസ് ആണ്. ഈ 4 പേരെയും അറസ്റ്റ് ചെയ്ത ശേഷം 4 പേരിൽ നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ആ വീട്ടിൽ നിന്നും ലഭിച്ച മൂന്നാമത്തെ ബ്ലഡ് എന്ന് പറഞ്ഞില്ലേ, ആ ബ്ലഡ് ജോർജിന്റെ സഹോദരിയുടെ മകനായിട്ടുള്ള റെനി ജോർജിന്റെ ആണെന്നും പോലീസുകാർ കണ്ടെത്തി. എന്താണ് അന്ന് യഥാർത്ഥത്തിൽ കരിക്കൻ വില്ലയിൽ സംഭവിച്ചതെന്ന് പറയാൻ വേണ്ടി ഈ 4 പേരെയും നല്ല രീതിയിൽ പെരുമാറിയ ശേഷം പോലീസുകാർ ചോദ്യം ചെയ്തപ്പോൾ അവരെല്ലാം പറഞ്ഞു തുടങ്ങി. ഇങ്ങനെ പറഞ്ഞതിൽ നിന്നും മരിച്ചുപോയ ജോർജിന്റെ അനുജത്തിയുടെ മകനായിട്ടുള്ള റെനിയാണ് ഈ പ്ലാനിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പോലീസുകാർക്ക് മനസ്സിലായി. അവർ 4 പേരും പോലീസുകാരോട് തുറന്നു പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. കൊല്ലപ്പെട്ട ജോർജിന്റെ സഹോദരിയുടെ 7 മക്കളിൽ ഒരാളാണ് റെനി ജോർജ്. റെനി വളരെ ചെറിയ പ്രായം മുതലേ സിഗരറ്റ് വലിയും മദ്യപാനവും എല്ലാം തന്നെ ഒരു ശീലമാക്കി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലഹരിക്ക് വേണ്ടിയിട്ട് ചെറിയ മോഷണങ്ങളും അവൻ നടത്തി വന്നു. വളരെ ചെറിയ പ്രായം തൊട്ടേ ശീലമാക്കിയ റെനി കോളേജിലെത്തിയ സമയത്ത് ഈ ശീലങ്ങൾ കൂടുതലായിട്ട് ചെയ്യുന്ന സുഹൃത്തുക്കളെയാണ് കണ്ടുപിടിച്ചത്. ഗുണശേഖരനും ഹസനും ഡാനിയലും എല്ലാം തന്നെ റെനിയുടെ ആ ഒരു ലഹരി സ്വഭാവത്തിന് ചേർന്ന ആളുകളായിരുന്നു. റെനി ജോർജിനെ ഒഴിച്ച് ബാക്കിയുള്ള 3 പേരും മലേഷ്യ പോലുള്ള വെളിരാജ്യത്തുള്ളവരാണ്. അവരെല്ലാവരും പഠിക്കാൻ വേണ്ടിയിട്ടാണ് മദ്രാസിലേക്ക് എത്തിപ്പെട്ടത്. പഠിക്കാൻ വേണ്ടി ഒത്തുകൂടിയ ഇവർ 4 പേരും കൂടുതൽ ശ്രദ്ധ കൊടുത്തത് ലഹരി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. റെനി ഒഴികെ ബാക്കിയുള്ള 3 പേരും നല്ല റിച്ച് ഫാമിലിയിലുള്ളവരാണ്. അതുകൊണ്ട് തന്നെ മാസാമാസം ഈ 3 പേർക്കും നല്ല രീതിയിൽ ക്യാഷും വരുന്നുണ്ട്. റെനിക്ക് അത്ര ക്യാഷൊന്നും കാര്യമായിട്ട് വരുന്നുണ്ടായിരുന്നില്ല. കാരണം റെനി മാത്രമാണ് മദ്രാസിൽ ഉണ്ടായിരുന്നത്. റെനിയുടെ അച്ഛനും അമ്മയും എല്ലാം തന്നെ ഡൽഹിയിലായിരുന്നു ആ ഒരു സമയത്തുണ്ടായിരുന്നത്. റെനിയുടെ ഈ വിചിത്ര സ്വഭാവം കാരണം അവർ വീട്ടിൽ നിന്നും തന്നെ അകറ്റി നിർത്തിയേക്കുമായിരുന്നു റെനിയെ. റെനിയുടെ 3 കൂട്ടുകാരും റെനിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഓരോ മാസവും ലഹരിയും മദ്യവും അങ്ങനെ എല്ലാമായിട്ട് കൊടുത്തുകൊണ്ടേയിരിക്കും. ചില സമയങ്ങളിൽ റെനി ഈ 3 പേർക്കും അങ്ങോട്ട് ട്രീറ്റ് ചെയ്യേണ്ട സാഹചര്യവും വരും. മാസം കിട്ടേണ്ട പണമെല്ലാം തന്നെ തീർന്നു കഴിഞ്ഞാൽ ചെറിയ മോഷണങ്ങളും അവർ നടത്തി വന്നിട്ടുണ്ട്. വളരെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ലഹരിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ജീവിതമായിരുന്നു അവരുടേത്. അതായത് ലഹരിക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പണം എവിടെന്നെങ്കിലും മോഷ്ടിക്കുക, അല്ലെങ്കിൽ നേടിയെടുക്കുക, ലഹരി ഉപയോഗിക്കുക, വീണ്ടും മോഷ്ടിക്കുക, ലഹരി ഉപയോഗിക്കുക, ഈ രീതിയിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്.
അങ്ങനെ എത്രയൊക്കെയോ ലഹരി ഉപയോഗിച്ചിട്ടും ലഹരിയോടുള്ള അതിയായ ആർത്തി ഇവർക്ക് നിൽക്കുന്നതേയില്ല. ഇവർ പല രീതിയിൽ മോഷണങ്ങളെല്ലാം നടത്തിയെങ്കിലും വീണ്ടും പണം ഇവർക്ക് ആവശ്യമായിട്ട് വന്നു. അങ്ങനെ അവസാനം അവർ ആ തീരുമാനത്തിൽ എത്തുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ ലഹരി കള്ളക്കടത്ത്. ഇത്തരത്തിൽ ചെയ്താൽ ധാരാളം പണവും ലഭിക്കും, നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ലഹരി നമ്മൾക്ക് ഉപയോഗിക്കാനും കഴിയും. അതുകൊണ്ട് തന്നെ അവർ ഇതിനായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. പക്ഷേ ഇതിനൊരു കുഴപ്പമുണ്ട്. ഇത്തരത്തിൽ ധാരാളം ലഹരി വസ്തുക്കൾ മേടിച്ചു വെക്കാനായിട്ട് ഒരുപാട് പണം വേണം. ഇതുപോലുള്ള വസ്തുക്കൾ വാങ്ങിച്ചു വെച്ചെങ്കിൽ മാത്രമേ അത് വിൽക്കാനായിട്ട് മറ്റു സ്ഥലങ്ങളിൽ കൊണ്ടു കൊടുക്കാനായിട്ടും കഴിയുകയുള്ളൂ. അപ്പോൾ പണത്തിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യുക എന്ന് 4 പേരും ഇരുന്ന് തലപുകഞ്ഞ് ആലോചിച്ചു. ഇതുപോലെ പണത്തിനെ കുറിച്ച് ആലോചിച്ചു കൊണ്ടിരുന്ന സമയത്താണ് റെനിയുടെ മനസ്സിൽ ആ ഒരു ചിന്ത വരുന്നത്. അത് മറ്റൊന്നുമല്ല, കോട്ടയത്ത് തന്നെ ഇവർക്ക് മറ്റൊരു കുടുംബ വീടുണ്ട്. ആ വീട് കുറെ കാലങ്ങളായിട്ട് അടഞ്ഞു കിടക്കുകയാണ്. ആ വീട് കുത്തി തുറന്ന് അതിനുള്ളിൽ കയറിയിട്ട് അതിലെ വിലപിടിപ്പുള്ള വസ്തുക്കളെല്ലാം തന്നെ എടുത്ത് കൊണ്ടുപോയി വിൽക്കാമെന്നാണ് റെനി ആദ്യം ചിന്തിക്കുന്നത്. എന്നാൽ പിന്നീട് എന്തോ കാരണത്താൽ റെനി അത് വേണ്ട എന്ന് തീരുമാനിക്കുകയാണ്. അതിനുശേഷമാണ് ഈ പറയുന്ന ജോർജിന്റെ മുഖം റെനിയുടെ മനസ്സിൽ വരുന്നത്. റെനി വളരെ കുട്ടിക്കാലത്ത് ഇവരെ കാണുന്ന സമയത്തെല്ലാം തന്നെ ഇവർ ധാരാളം സ്വർണം ധരിക്കുമായിരുന്നു. അതായത് സ്വർണത്തിനോടുള്ള വല്ലാത്ത ഭ്രമം ഉള്ളവരായിരുന്നു ജോർജും ഭാര്യയായ റേച്ചലും. ഈ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന റെനി അവരുടെ കൈവശം ധാരാളം പണം ഉണ്ടാകുമെന്നും ആ പണം മോഷ്ടിക്കാമെന്നും തീരുമാനിക്കുകയാണ്. ഇത്തരത്തിൽ ആ ഒരു തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് തന്റെ 3 സുഹൃത്തുക്കളെയും കൂട്ടിയിട്ട് മോഷ്ടിച്ച കാറുമായിട്ട് റെനി ഈ പറയുന്ന കരിക്കിൻ വില്ലയിലേക്ക് എത്തുന്നത്. അങ്കിളായിട്ടുള്ള ജോർജിന്റെ വീട് തിരഞ്ഞെടുക്കാനായിട്ടുള്ള മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. അതെന്താന്ന് വെച്ചാൽ ജോർജും ഭാര്യയായിട്ടുള്ള റേച്ചലും കുറച്ച് വർഷങ്ങളായിട്ട് തനിച്ചാണ് താമസിക്കുന്നത്. ഇവർക്ക് മക്കളൊന്നുമില്ല. അതുകൂടാണ്ട് കുറെ വർഷമായിട്ട് ഇവർ കുവൈറ്റിലായിരുന്നു. അവിടെ ധാരാളം റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും എല്ലാം തന്നെ ചെയ്തിട്ട് ഒരുപാട് പണവുമായിട്ടാണ് നാട്ടിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ള ഒരു അറിവ് റെനിക്കുണ്ടായിരുന്നു. എന്തായാലും അവരുടെ വീട്ടിൽ പോയിട്ട് ആ വീട്ടിലെ വിലപിടിപ്പുള്ള വസ്തുക്കളെല്ലാം തന്നെ കൈവശപ്പെടുത്താമെന്ന് തീരുമാനിച്ച് റെനി 6-ാം തീയതി രാവിലെ തന്നെ ഈ ജോർജിനെ ഫോണിൽ വിളിക്കുകയാണ്. വിളിച്ച ശേഷം പറഞ്ഞു, ഞാനും എന്റെ സുഹൃത്തുക്കളും കൂടിയിട്ട് അങ്കിളിനെ കാണാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. ഇത് കേട്ട ജോർജും റേച്ചലും വല്ലാതെ സന്തോഷത്തിലായി. കാരണം ബന്ധുക്കളായിട്ട് കാര്യമായിട്ടുള്ള അടുപ്പങ്ങൾ ഒന്നും തന്നെ ഇല്ലാതിരിക്കുകയായിരുന്നു ഈ ദമ്പതിമാർ. അത് മാത്രമല്ലാതെ അവർക്ക് മക്കളുമില്ല. അപ്പോൾ മക്കളുടെ പ്രായമുള്ള കുറച്ച് പേർ വീട്ടിലേക്ക് വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ അവർ വല്ലാതെ സന്തോഷത്തിലായി. വീട്ടിലേക്ക് കാറിൽ വന്നിറങ്ങിയ 4 പേരെയും റേച്ചലും ജോർജും ചേർന്ന് സ്വീകരിച്ച് വീടിന്റെ ഹാളിൽ കൊണ്ടുവന്നിരുത്തുന്നു. അവരെ ഇരുത്തിയതിനു ശേഷം റേച്ചൽ അവർക്ക് ചായ കൊണ്ടുവന്നു കൊടുത്തു. ഈ സമയത്ത് ആ 4 പേരും ആ വീട്ടിനുള്ളിലെ കാര്യങ്ങളെല്ലാം തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തെങ്കിലുമൊക്കെ സംസാരിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് റെനി ജോർജിനോട് ആ ഒരു ഭിത്തിയിൽ തൂക്കിയിരിക്കുന്ന ഫോട്ടോസ് എല്ലാം തന്നെ അതാരാണ് ഇതാരാണ് എന്ന രീതിയിലെല്ലാം തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. റെനി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് ജോർജ് എല്ലാം വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്. ജോർജ് ഇത്തരത്തിൽ മറുപടി പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇവർ 4 പേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. ആരാണ് ആദ്യം തുടങ്ങുക എന്ന രീതിയിലാണ് ഇവർ 4 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത്. എന്തായാലും ഞാൻ തന്നെ തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് റെനി ആദ്യം തന്നെ അവിടെ നിൽക്കുകയാണ്. റേച്ചലിനോട് പറഞ്ഞു, എനിക്ക് നന്നായിട്ട് വെള്ളം ദാഹിക്കുന്നുണ്ട്, കുറച്ച് വെള്ളം എടുത്ത് തരാമോ എന്ന്. അതിനെന്താ, എടുത്തു തരാലോ എന്ന് പറഞ്ഞിട്ട് റേച്ചൽ അടുക്കള ഭാഗത്തേക്ക് പോവുകയാണ്. റേച്ചൽ കിച്ചണിലേക്ക് പോകുന്ന ഈ സമയത്ത് റെനി ഹസനെ നോക്കിയിട്ട് കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു. അതായത്, നീ റേച്ചലിന്റെ കാര്യം നോക്ക്, ഇവിടെയുള്ള ജോർജിന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന രീതിയിൽ. ഇത് മനസ്സിലാക്കിയ ഹസൻ, ഞാനും വരുന്നുണ്ട് ആന്റി എന്ന് പറഞ്ഞിട്ട് റേച്ചലിന്റെ പിറകെ അടുക്കളയിലേക്ക് പോവുകയും ചെയ്തു. ഏതാണ്ട് 6:47 ആകുന്ന സമയത്ത് ജോർജ് പോലീസിനെ വിളിച്ചിട്ടുണ്ട്. പക്ഷേ പോലീസിന് ആ ഒരു ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നില്ല, ചില തിരക്ക് കാരണം കൊണ്ട് തന്നെ. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ഈ ഫോൺ വിളിച്ച ആ ഒരു സമയത്ത് ഇവർ 3 പേരും ജോർജിനോട് പണം ചോദിച്ചിട്ട് അയാളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ടാവണം. ഈ ഒരു ഭീഷണി കാരണമായിരിക്കണം ജോർജ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ടുണ്ടാവുക. ജോർജ് പോലീസിനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് റെനി ആ സോഫയിൽ നിന്നും എഴുന്നേറ്റ് ആ ഫോൺ തട്ടി വാങ്ങിച്ച് വലിച്ചെറിയുകയാണ്. അതിനുശേഷം ജോർജിന്റെ പിറകിലൂടെ പോയിട്ട് ജോർജിന്റെ 2 കൈകളും പിറകിലേക്ക് വലിച്ചു കെട്ടുകയാണ്. ഈ സമയത്ത് ബാക്കിയുള്ള 2 പേരും അവരുടെ കൈവശമുണ്ടായിരുന്ന പേനാക്കത്തി പോലെ ഒരു സാധനം കൊണ്ട് ജോർജിന്റെ കഴുത്തിലും നെഞ്ചിലും വയറിലും എല്ലാം തന്നെ പലതവണ ആഞ്ഞു കുത്താനായി തുടങ്ങി. പ്രായമായെങ്കിലും ജോർജ് നല്ല തണ്ടും തടിയും ആരോഗ്യവും എല്ലാം തന്നെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ എതിർത്തു നിൽക്കാനും ശ്രമിച്ചിട്ടുണ്ടാവണം.
ഈ ഒരു എതിർത്തു നിൽപ്പിന്റെ ഭാഗമായിട്ടായിരിക്കണം റെനിയുടെ കൈവശം ഈ ഒരു കത്തി തട്ടിയിട്ട് മുറിവുണ്ടായതും റെനിയുടെ ബ്ലഡ് നിലത്ത് വീഴുന്നതും. ഈ സമയം റേച്ചൽ അടുക്കളയിൽ വെള്ളമെടുക്കാനായിട്ട് ചില്ല് ബോട്ടിലുമായിട്ടാണ് പോകുന്നത്. അവരുടെ പിറകെ ഹസനും പോയിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ ഹാളിൽ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നിന്ന ആ ഒരു സമയത്ത് റേച്ചലിന്റെ കയ്യിൽ നിന്നും ബോട്ടിൽ തട്ടി വാങ്ങിച്ച് ഹസൻ അവരുടെ നെറ്റിയിൽ തന്നെ ആഞ്ഞടിക്കുന്നു. അതിനുശേഷം തന്റെ കൈവശമുള്ള കത്തി കൊണ്ട് റേച്ചലിന്റെ വയറിലും നെഞ്ചിലും എല്ലാം തന്നെ തുരതുരാ കുത്തുകയാണ്. ഹസൻ തന്റെ കൈവശമുള്ള ചെറിയ കത്തി കൊണ്ടാണ് റേച്ചലിന്റെ ശരീരമെല്ലാം തന്നെ ആഞ്ഞു കുത്തിയത്. പക്ഷേ ഇങ്ങനെയൊക്കെ കുത്തിയിട്ടും റേച്ചലിന് വീണ്ടും ജീവനുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ കിച്ചണിലെ തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു വലിയ കത്തി എടുത്ത് റേച്ചലിന്റെ വയറിൽ ആഞ്ഞു കുത്തുകയാണ്. കുത്തിയിട്ട് ആ കത്തി വയറിൽ തന്നെ വെച്ചിട്ടാണ് ഹസൻ നേരെ ഹാളിലേക്ക് തിരികെ വരുന്നത്. തിരികെ ഹാളിലെത്തിയ ഹസൻ അവിടെ കണ്ട കാഴ്ച ജോർജ് മരിച്ചു കിടക്കുന്നതാണ്. എന്തായാലും പകുതി ജോലി കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അവർ 4 പേരും ചേർന്ന് ആ വീട്ടിലെ ലോക്കറും അലമാരയും എല്ലാം തന്നെ തുറന്നിട്ട് അതിനുള്ളിലുണ്ടായിരുന്ന സ്വർണവും പണവും എല്ലാം തന്നെ മോഷ്ടിക്കുകയാണ്. അതിനുശേഷം അവർ ചെയ്ത ചെറിയ അബദ്ധങ്ങളെല്ലാം തന്നെ വളരെ വൃത്തിയായിട്ട് അവർ ക്ലീൻ ചെയ്തിട്ടുമുണ്ട്. വളരെ ക്രൂരമായിട്ടുള്ള മനസാക്ഷി ഇല്ലാത്ത ഈ കൊലപാതകങ്ങൾ ചെയ്ത ശേഷം അവർ 4 പേരും കാറിൽ കയറിയിട്ട് നേരെ പോയത് കോട്ടയത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്കാണ്. അവിടെ ചെന്നിട്ട് റെനിയുടെ കയ്യിലെല്ലാം തന്നെ ഇത്തരത്തിൽ മരുന്നെല്ലാം വെച്ചിട്ട് അവർ 4 പേരും നേരെ മദ്രാസിലേക്ക് പോയി. ഇങ്ങനെ മദ്രാസിലെത്തി വളരെ ലാവിഷായിട്ട് പണം ചെലവാക്കി കറങ്ങിയിരുന്ന സമയത്താണ് പോലീസുകാർ അറസ്റ്റ് ചെയ്യുന്നത്. 2 ക്രൂര കൊലപാതകങ്ങൾ ചെയ്ത ഇവർ 4 പേർക്കും വധശിക്ഷയാണ് നൽകേണ്ടിയിരുന്നത്. എങ്കിലും ഇവരുടെ പ്രായവും എല്ലാം തന്നെ കണക്കാക്കിയിട്ട് 15 വർഷം തടവാണ് ഇവർ 4 പേർക്കും കോടതി വിധിക്കുന്നത്. ഈ കേസിനെ ആസ്പദമാക്കിയിട്ട് മദ്രാസിലെ മോൻ എന്ന പേരിൽ ലാലേട്ടനെ നായകനാക്കിയിട്ട് ഒരു സിനിമയും മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് ഈ കേസ് വളരെ സെൻസേഷൻ ആയതുകൊണ്ട് തന്നെ ആ സിനിമയും വൻ വിജയമായിരുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ മദ്രാസിലെ മോൻ എന്ന് ഈ പേര് സിനിമയ്ക്ക് കൊടുക്കാനുള്ള കാരണം ഗൗരി റേച്ചലിനോട് ചോദിച്ചല്ലോ ആരാണ് കാറിൽ വന്നിരിക്കുന്നതെന്ന്. അതിന് റേച്ചൽ പറഞ്ഞ മറുപടിയാണ് മദ്രാസിലെ മോനും കൂട്ടുകാരുമാണ് വന്നിരിക്കുന്നതെന്ന്. ആ പറഞ്ഞ വാക്കെടുത്തിട്ടാണ് സിനിമയ്ക്ക് പേര് നൽകിയിട്ടുള്ളത്. കോടതി കുറ്റം ചെയ്തിട്ടുള്ള പ്രതികൾക്ക് 15 വർഷത്തെ തടവ് മാത്രമാണ് കൊടുത്തത്. ഈ ഒരു തടവിന് ശേഷം റെനി ജയിലിൽ നിന്ന് വെളിയിലേക്ക് വന്നിട്ട് വലിയ രീതിയിൽ മാനസാന്തരപ്പെട്ട് ദൈവത്തിന്റെ പാതയിലേക്ക് എല്ലാം തന്നെ സഞ്ചരിച്ച് വേറെ രീതിയിലുള്ള നല്ല പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു വരുന്നുണ്ട്. ജയിലിൽ പോയിട്ടുള്ള ആളുകൾക്ക് അവർ തിരിച്ചു വരുന്ന സമയത്ത് നല്ല രീതിയിലുള്ള സ്വീകരണം കൊടുത്ത് അവരെ നല്ല രീതിയിൽ മാറ്റാൻ വേണ്ടിയിട്ട് അവരുടെ മനസ്സിനെ നന്മ പാതയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ക്യാമ്പയിനിങ്ങും കാര്യങ്ങളും ഒക്കെ നടത്തി ഈ പറയുന്ന ജയിലിൽ പോകുന്ന ആളുകളുടെ മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് വേറൊരു പരിപാടിയും കാര്യങ്ങളൊക്കെ തുടങ്ങി. ഇങ്ങനെ വളരെ നല്ല രീതിയിൽ ഇയാൾ മുന്നോട്ട് പോയിട്ടുണ്ട്. ബാക്കിയുള്ള 3 പേർ തിരിച്ച് വിദേശ രാജ്യത്ത് പോവുകയും ചെയ്തു. എന്തായാലും ഈ വീഡിയോയെ കുറിച്ചുള്ള കൂടുതൽ അഭിപ്രായങ്ങൾ നിങ്ങൾ ജസ്റ്റ് കമന്റായി രേഖപ്പെടുത്തണേ. അപ്പോൾ അടുത്ത ഒരു കേസുമായിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.